വിടുവാർത്തയിലേക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാർ ബഹിഷ്കരിക്കും. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചടങ്ങ് സർക്കാർ ബഹിഷ്കരിക്കുന്നത്. ഇന്ന് കൊച്ചിയിലാണ് ചടങ്ങ്. ദേശീയപാത 66 തലപ്പാടി ചെങ്കള ഭാഗത്തെ 6 വരി പാതയും കോഴിക്കോട് ബൈപ്പാസിന്റെ വെങ്ങളം രാമനാട്ടുകര 6 വരി പാതയുമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കൂടി പങ്കാളിത്തത്തോടെയാണ് ദേശീയപാത വികസനം. ബിജെപി സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടെ ക്ഷണിച്ച ചടങ്ങിലാണ് മന്ത്രിയെ അവഗണിച്ചത്. നടപടി കേരളത്തെ അപമാനിച്ചതിന് തുല്യമാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് മീഡിയ വണിനോട് പ്രതികരിച്ചു. സെയ്ഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ, ഇതൊരു സാങ്കേതികമായിട്ടുള്ള ഒരു വീഴ്ച എന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം BJP സംസ്ഥാന അധ്യക്ഷന് വരെ ക്ഷണമുണ്ട്. മാത്രമല്ല ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് സ്വാഭാവികമായിട്ടും ഒരു വലിയ പങ്കാളിത്തമുള്ള ഒരു പദ്ധതി കൂടിയാണ്. അപ്പോൾ അതിൽ ഇത്തരം ഒരു കാര്യം സംഭവിക്കുമ്പോൾ വലിയ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഒന്നടങ്കം ഈ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. അതെ ജിൽസി, സംസ്ഥാന സർക്കാർ ഒന്നാകെ ഈ പരിപാടി ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് ദേശീയപാത വികസനം നടത്തിയാലും അത് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സഹകരണത്തോടു കൂടിയും പൂർണ്ണ ഫണ്ടോടു കൂടിയുമാണ് ആ ദേശീയപാത വികസനം നടക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേന്ദ്രം പറഞ്ഞത് സ്ഥലമേറ്റെടുപ്പിന് ഉള്ള പണം അത് സംസ്ഥാന സർക്കാർ തന്നെ കണ്ടെത്തണം. അതിന് കാരണമായി അവർ വിശദീകരിച്ചിരുന്ന കാര്യം, കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ തുക പണം ഈ സ്ഥലമേറ്റെടുപ്പിന് നൽകേണ്ടതുണ്ട്, അത്രയും പണം ചെലവഴിക്കാൻ കേന്ദ്രത്തിന് കഴിയില്ല എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് സമ്മതിക്കുകയോ 5600 കോടിയോളം രൂപ കിഫ്ബിയിൽ നിന്ന് വായ്പ എടുത്ത് അത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകുകയും ചെയ്തു. പിന്നീട് അത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതോടുകൂടി 5600 കോടി രൂപ നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ഞെരുക്കി. എന്നിട്ടും സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുമായി പൂർണ്ണതോതിൽ സഹകരിച്ച് എല്ലാ ഘട്ടങ്ങളിലും അതിന്റെ മേൽനോട്ടം വഹിച്ച് ഓരോ മാസങ്ങളിലും അതിന്റെ യോഗം ചേർന്ന് അത് വിലയിരുത്തി മുഖ്യമന്ത്രി പല യോഗങ്ങളിലും പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തിയാണ് ദേശീയപാത വികസനം സംസ്ഥാനത്ത് ഇപ്പോൾ ഏതാണ്ട് 80% പൂർത്തിയായി വരുന്നത്. അതിൽ 2 റീച്ചുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് പ്രധാനമന്ത്രി കൊച്ചിയിൽ വെച്ച് നിർവഹിക്കുന്നത്. പ്രധാനമന്ത്രി വിവിധ റോഡുകളുടെ ഉദ്ഘാടനം, വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനൊപ്പമാണ് ഈ ദേശീയപാത വികസനത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടി കൂടി ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രി ഇതിനെല്ലാം നേതൃത്വം നൽകിയത് PA മുഹമ്മദ് റിയാസ് തന്നെയായിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രിക്ക് ഈ പരിപാടിയിലേക്ക് ക്ഷണമില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കാരണം ഇതിന്റെ നേതൃത്വം മൊത്തം വഹിച്ചിരുന്നത് പൊതുമരാമത്ത് മന്ത്രിയാണ്. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ ആഴ്ചയിൽ യോഗം വിളിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടിരുന്നത്. ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതിനൊപ്പം തന്നെ ഓരോ സ്ഥലത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ദേശീയപാത വികസനത്തിൽ പലയിടങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിയെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലിൽ മുൻനിരയിലുണ്ടായിരുന്ന ആളാണ് PA മുഹമ്മദ് റിയാസ്. പക്ഷേ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്നുള്ളത് അതൊരു അവഗണനയായി തന്നെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ബോധപൂർവമുള്ള ഒരു മറവി എന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ. കാരണം BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർക്ക് ആ പരിപാടിയിലേക്ക് ക്ഷണമുണ്ട്. എന്നിട്ടും സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിച്ചില്ല. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഇതിന് പുറമെ 2 മന്ത്രിമാരുണ്ടായിരുന്നു, കൃഷ്ണൻകുട്ടി, MB രാജേഷ്. ഇവർക്ക് കൂടി ആ പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. പക്ഷെ അവരും പങ്കെടുക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രോട്ടോകോൾ പ്രകാരം പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ഔദ്യോഗിക പരിപാടിക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ അവരെ ക്ഷണിക്കാൻ വേണ്ടി എയർപോർട്ടിൽ എത്തിച്ചേരണം. അതിന് മന്ത്രി P രാജീവിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രോട്ടോകോൾ പ്രകാരമായതുകൊണ്ട് തന്നെ ക്ഷണിക്കാൻ വേണ്ടി ഒരുപക്ഷെ പോയേക്കാം. പക്ഷേ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്തിന്റെ ഒരാളും പങ്കെടുക്കേണ്ടതില്ല എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ നൽകിയിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ആയതുകൂടി കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അല്ലെങ്കിൽ സംസ്ഥാനത്തോടുള്ള അവഗണനയായി അവർ കണക്കാക്കുന്നത്. കാരണം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയപാത വികസനം നടക്കാറുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളും പണം നൽകാറില്ല. കേന്ദ്രത്തിനാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ സ്ഥലമേറ്റെടുപ്പിന്റെ പരിധിയിലുള്ള പണം മുഴുവൻ നൽകി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നേരിട്ടത് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. പല ഘട്ടങ്ങളിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായ സമയങ്ങളിലെല്ലാം അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായാലും മറ്റേത് സർക്കാരിന്റെ കാലത്തായാലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ അന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ, ആദ്യ പിണറായി സർക്കാർ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ഈ സർക്കാരിന്റെ അവസാന കാലത്ത് തന്നെ അത് പൂർത്തീകരിക്കുമെന്നുള്ള വിവരങ്ങളാണ് നൽകിയത്. പക്ഷേ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് മഴയും മറ്റ് പ്രശ്നങ്ങളും എല്ലാം നിൽക്കുന്നത് കൊണ്ട് അതിന്റെ 80% പണിയോളം കേരളത്തിലുടനീളം പൂർത്തിയായിട്ടുണ്ട്. ഇനി 20% പണിയോളം പൂർത്തിയാകാനുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ 2 പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തെ
ഏറ്റവും വലിയ പ്രോജക്റ്റായി സംസ്ഥാന സർക്കാർ കാണുന്നത് പല പ്രോജക്റ്റുകളെ അവർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. വിഴിഞ്ഞം, ഗെയിൽ അടക്കമുള്ള പ്രോജക്റ്റുകൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്തിലെ ജനങ്ങളെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ദേശീയപാത വികസനം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന പദ്ധതി അത് ദേശീയപാത തന്നെയാണ്. കാരണം ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇനിയുള്ള കുട്ടികൾ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രിയെ തന്നെ വിട്ടുനിർത്തിയത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നത് അത് കടുത്ത അവഗണനയായിട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പരിപാടി ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാനം ഇപ്പോൾ എടുത്തിരിക്കുകയും ചെയ്യുന്നത്. ജിൽസി.